നല്ലൊരു പ്രൊഡക്റ്റ് ഞാൻ എൻ്റെ ജീവിതത്തിൽ യൂസ് ചെയ്തിട്ടില്ല. ഇത്രയും വൃത്തികെട്ട ഒരു പ്രൊഡക്റ്റ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്നേ വരെ യൂസ് ചെയ്തിട്ടില്ല. ഗൈസ്, ആദ്യം തന്നെ നിങ്ങളെ ഒന്ന് കൺഫ്യൂസ്ഡ് ആക്കിയിട്ടുണ്ട്. കാരണം ഞാൻ രണ്ട് വിധത്തിലുള്ള അഭിപ്രായം ഇതിൽ പറയുന്നുണ്ട്. ഈ ഒരു മിനി സീയിങ് മെഷീനെ കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. ഇത് വാങ്ങിച്ച് ഒരു 2-3 യൂസൊക്കെ ചെയ്തപ്പോഴത്തേക്കും ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇത് വളരെ നല്ല പ്രൊഡക്റ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാൽ ഇത് കുറേ നാൾ യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് ഇപ്പം എന്താണ് പറയാനുള്ളത് എന്നാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ മെയിനായിട്ട് ഉൾക്കൊള്ളിക്കുന്നത്. ഒരുപാട് പേര് എൻ്റെ അടുത്ത് പേഴ്സണലി ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഈ ഒരു മെഷീൻ യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ ഇത് തരുമോ എന്ന് വരെ ചോദിച്ച ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ഇത് ഞാൻ വാങ്ങിച്ച പോലെ തന്നെ നല്ല നീറ്റായിട്ട് തന്നെ കിടപ്പുണ്ട്. ഞാൻ ഇത് ആദ്യമായിട്ട് സാധനം കാണിക്കാം. കുറേ ആൾക്കാർ യൂട്യൂബിലായാലും അങ്ങനെയുള്ള വീഡിയോസ് അതിൻ്റെ റിവ്യൂ ഒക്കെ കണ്ടിട്ടാണ് ഞാൻ ഈ ഒരു സാധനം പർച്ചേസ് ചെയ്യുന്നത്. അതെന്ന് വെച്ചാൽ ഒരു തയ്യൽ മെഷീൻ വീട്ടിൽ വേണമെന്ന് എല്ലാവരും ആഗ്രഹിക്കില്ല. അതായത് നമുക്ക് ചെറിയ ചെറിയ നമ്മുടെ ഡ്രസ്സ് കീറിപ്പോയാൽ അതൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്യണം, അതിനൊക്കെ നമ്മളെല്ലാവരും തന്നെ തയ്യൽ മെഷീൻ ഒന്ന് ഉണ്ടെങ്കിൽ എന്ന് വിചാരിക്കും. പക്ഷേ ഈ വലിയ തയ്യൽ മെഷീൻ വാങ്ങിച്ചാൽ ചിലപ്പോൾ നമുക്ക് തയ്യലൊന്നും അറിയാത്തവർക്കാണെങ്കിൽ അത് നഷ്ടമായിരിക്കും. പിന്നെ അതിന് അത്യാവശ്യം ക്യാഷും ഉണ്ടല്ലോ. ഇതാകുമ്പം ഞാനിത് വാങ്ങിച്ചത് 900 സംതിങ് റുപ്പീസിനാണ് ഇത് വാങ്ങിച്ചിട്ടുണ്ടായത്. കറക്റ്റ് അതെനിക്ക് ഓർമ്മയില്ല കേട്ടോ. 900 സംതിങ് ആയിട്ടുണ്ട് ഇതിന്. എന്തായാലും 1000 താഴെയായിരുന്നു. ചില ഇതിൽ 1500 1600 ഒക്കെ വാങ്ങിക്കുന്നുണ്ട്. ഞാനിത് മിന്ത്രയെന്നാണോ ഇതൊരു സൈറ്റിൽ നിന്നാണ് മേടിച്ചത്, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഇതിൻ്റെ മുന്നൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതിൽ ഞാൻ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും പറയുന്നുണ്ട്. ആ വീഡിയോ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആദ്യം അപ്ലോഡ് ചെയ്ത ആ വീഡിയോയിൽ ഞാനിതൊരു 2-3 തവണ യൂസ് ചെയ്തതിന് ശേഷമാണ് നിങ്ങൾക്ക് മുന്നിൽ വീഡിയോ ആയിട്ട് എത്തിയിട്ടുള്ളത് ഇതിനെക്കുറിച്ച് പറയുന്നത്. അതായത് വളരെ നല്ലൊരു കുട്ടിയായിരുന്നു ഇത്, നല്ല അഭിപ്രായമായിരുന്നു കേട്ടോ. അതായത് ഒരു 2-3 സംഭവങ്ങൾ ഞാൻ ഇതിനെ കൊണ്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ചെറിയ ചെറിയ ഐറ്റംസ് ആണ്, നമുക്ക് ഹെവി ഒന്നും ഇതിൽ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്തപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു, നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതൊരു 2-3 തവണ മാത്രമേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോഴത്തേക്കും ഇയാൾ പണി മുടക്കി, നൈസായിട്ട് എനിക്ക് പണി തന്നിട്ടുണ്ട്. പിന്നെ ഇത് അനങ്ങുന്നില്ല ഗൈസ്, പിന്നെ ഇത് അനങ്ങുന്നേ ഇല്ല. ഇതിൻ്റെ എന്താ പറയുക, നൂല് കുടുങ്ങുക അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ആദ്യം തൊട്ടേ ഉണ്ടായിരുന്നു കേട്ടോ. ഇതിൽ പെട്ടെന്ന് നൂല് സ്റ്റക്കാവും, പിന്നെ ഇത് അനങ്ങത്തില്ല. നമ്മളിത് എങ്ങനെ ഇത് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ആ ഒരു മെഷീൻ വരുന്നത്, മിനി സീയിങ് മെഷീൻ. നമുക്കിവിടെ നൂലൊക്കെ ഇടാനുള്ള സൗകര്യം ഇവിടെയാണ് കേട്ടോ. പിന്നെ ഇതിന് പെഡലുണ്ട്, നമുക്കിത് ചവിട്ടിയിട്ടായാലും യൂസ് ചെയ്യാം. അതിവിടെ നമുക്ക് കുത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്കിത് അറിയാതിരിക്കുന്നത്, അതിവിടെ കുത്തിക്കഴിഞ്ഞാൽ നമുക്ക് പെഡൽ വെച്ചിട്ട് യൂസ് ചെയ്ത്. പിന്നെ ഇത് വർക്കാണെങ്കിൽ നമ്മൾ കറണ്ടിൽ കുത്തണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു കേബിള്. കണ്ടില്ലേ, ഇത് നമ്മൾ പ്ലഗിൽ കുത്തി സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇവിടെ ഓണും ഓഫും ഉണ്ട്. അത് ഓഫ് ഓണും ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് വർക്ക് ചെയ്യും കേട്ടോ. അത്യാവശ്യം നല്ല രീതിക്ക് ആദ്യമൊക്കെ ഇത് എനിക്ക് ഹെൽപ്പായിരുന്നു. പക്ഷെ ഇപ്പം ഇതിനെക്കുറിച്ച് പറയാൻ എനിക്ക് എന്താ പറയുക, ഭയങ്കര മണി ലോസ് ആയി പോയിട്ടുള്ള ഒരു സംഭവമാണിത്. ഇതൊരാളും തന്നെ വാങ്ങരുത്. എൻ്റെ ശത്രുക്കൾക്ക് പോലും ഞാനിത് കൊടുക്കത്തില്ല. അങ്ങനെ പറയാൻ റീസൺ, എന്നോടിത് 2-3 ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് തരുമോ എന്നുള്ളത്. ഇപ്പം ഇതിനെക്കൊണ്ട് വർക്ക് ചെയ്യുന്നുണ്ടോയെന്ന് ഞാൻ ഇത് വെച്ചിട്ട് കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഹെയർ ബാൻഡിൻ്റെ കാര്യങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എന്നോട് ചോദിച്ചിട്ടുണ്ട് അത് നീ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ തരാൻ പറ്റുമോയെന്ന്. പക്ഷെ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞ് അത് എന്താ പറയുക, നമ്മുടെ ഒട്ടും വറുത്തല്ലാത്തൊരു പ്രൊഡക്റ്റാണ്. അതുകൊണ്ട് ഞാനിത് എടുത്ത് പറയാം, എൻ്റെ ശത്രുക്കൾക്കായാൽ പോലും ഞാൻ കൊടുക്കത്തില്ല. നിങ്ങളും അങ്ങനെ തന്നെ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സാധനം ഒട്ടും വാങ്ങിക്കാൻ വേണ്ടി പാടില്ല. ഞാൻ അതിൻ്റെ എന്താ പറയുക, പല തവണ ഞാനത് പ്ലഗിൽ കുത്തി നോക്കാറുണ്ട്. എനിക്ക് വെറും 3-4 തവണ മാത്രമേ അതിനെക്കൊണ്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുള്ളൂ. പിന്നെ അത് സ്റ്റക്കായിട്ട് ഒന്നും അനങ്ങുന്നില്ല, അതിൻ്റെ മോട്ടറേ പ്രവർത്തിക്കുന്നില്ല. പിന്നെ കടയിലൊന്നും കൊണ്ടുപോയി ശരിയാക്കാൻ നിന്നില്ല. കാരണം കുറേ പേരുടെ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു അത് നമ്മൾ കൊടുത്തിട്ടൊന്നും കാര്യമില്ല, കുട്ടികളുടെ കളിപ്പാട്ടത്തിൽ ഘടിപ്പിക്കുന്ന മോട്ടറാണ് ഇതിൽ ഘടിപ്പിക്കുന്നതെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ എന്തായാലും കൊണ്ടുപോയില്ല, വെറുതെ എന്തിനാ അതിൽ. പിന്നെ അഥവാ ശരിയാക്കി കൊണ്ടുവന്നാൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ 2-3 തവണ നല്ല നീറ്റായിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നീറ്റായിട്ടുള്ള സ്റ്റിച്ചിങ് ചെയ്തിട്ടുണ്ടെങ്കിലും കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അതിന്മേലെ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ നൂല് കുടുങ്ങും. പിന്നെ നൂല് കുടുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇത് ഓണാവത്തില്ല കേട്ടോ. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സ്റ്റിച്ച് മര്യാദയ്ക്ക് വീഴുന്നുണ്ടെങ്കിലും കുറച്ച് നമ്മൾ കളിച്ചാൽ മാത്രം കുറേ സമയം എടുത്തിട്ടാണ് അങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ടായത്. അതുകൊണ്ട് തന്നെ
ഇത് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവർ ഒരു കാരണവശാലും വാങ്ങിക്കാൻ പാടില്ല. നിങ്ങളെ മണി വെറുതെ നിങ്ങൾ വേസ്റ്റ് ആക്കാൻ വേണ്ടി പാടില്ല. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രയും കാലമായിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. പിന്നെ ഇതിനെ കൊണ്ട് എനിക്ക് ആകെ ഉണ്ടായ ഒരു ഉപകാരം എന്ന് പറയുന്നത്, ഉപകാരം ഉണ്ടായിട്ടില്ല എന്ന് പറയാം, നമുക്കങ്ങനെ എല്ലാം പറയാൻ പറ്റത്തില്ലല്ലോ. അതിൻ്റെ കൂടെ നമുക്ക് ഇതുപോലെ ഒരു ബോക്സും കൂടെ കിട്ടുന്നുണ്ടേ. അപ്പോൾ ഈ ബോക്സിലുള്ള എല്ലാ സംഭവങ്ങളും എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിരുന്നു. അത് ഞാൻ കാണിച്ചു തരാം. ഇവിടെയൊക്കെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഒരുപാട് നൂലുകൾ കിട്ടാം, കുറേ കളറുകൾ, 15ലധികം നൂലുകൾ നമുക്കിതിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ, ഓരോ ആവശ്യത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ നമുക്കൊരു 10-15 നൂലിലധികം നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഹുക്കില്ലേ നമ്മളെ ബ്ലൗസിനൊക്കെ വെക്കുന്നത്, ആ ഹുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് സൂചികൾ ഉണ്ടല്ലേ, നീഡിൽസ് ഒരുപാടുണ്ട് കേട്ടോ ഇതിൽ. ഇതൊക്കെ ഞാനിപ്പം നല്ല രീതിക്ക് യൂസ് ചെയ്യുന്ന സംഭവങ്ങളാണ്. പിന്നെ ഇങ്ങനെയൊരു സാധനം കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മളെ പ്രൊഫഷണലായിട്ടുള്ള സ്റ്റിച്ച് ചെയ്യുന്നവരോട് ചോദിച്ചാൽ അറിയാം, എനിക്കറിയത്തില്ല എൻ്റെ യൂസേജ് ഒന്നും. അപ്പോൾ അങ്ങനെ ഒരു സാധനം കിട്ടിയിട്ടുണ്ട്. എന്തായാലും അത് ഞാൻ എൻ്റെ അമ്മ സ്റ്റിച്ച് ചെയ്യും, അപ്പോൾ അമ്മക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചേക്കുന്നതാണ് കേട്ടോ. പിന്നെ നമ്മൾ കുടുക്കുണ്ടല്ലോ നമ്മുടെ ഷർട്ടിനൊക്കെ വെക്കുന്നത്, അവരുടെ ഇപ്പോൾ ഇത് കുറേ ഉണ്ട് കേട്ടോ. അത് ഇതിൻ്റെ ഇടയ്ക്ക് കുടുങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് ഞാനത് എടുത്ത് കാണിക്കുന്നില്ല. കുറേ അധികം ഉണ്ട് കളറിൽ. പിന്നെ ഇത് നമ്മളെ ഈ സ്റ്റിച്ചൊക്കെ ഇത് പൊട്ടിച്ചെടുക്കുന്ന സാധനം തോന്നുന്നു, എനിക്കങ്ങനെ കറക്റ്റ് അറിയില്ല ഇതിൻ്റെ യൂസേജ്. പിന്നെ ഇതുപോലെ നമ്മുടെ പാൻറ്റിനോ അങ്ങനത്തെ നമ്മുടെ കയ്യിലൊക്കെ എന്താ പറയുക, ഇത് ക്ലിപ്പ് ചെയ്ത് വെക്കുന്ന സാധനം ഉണ്ടല്ലോ, അതാണിത്. പിന്നെ മെഷീനിൽ നൂലിടുന്ന കുറേ സംഭവങ്ങളുണ്ട്, ഒരു 3-4 എണ്ണം ഉണ്ട്. അത് കിട്ടിയിട്ടുണ്ട്, 5 എണ്ണം ഉണ്ട് കേട്ടോ. ഇങ്ങനത്തെ 5 സാധനങ്ങൾ ഇതിൻ്റെ കൂടെ കിട്ടിയിട്ടുണ്ട്. പിന്നെ കുറേ അധികം സേഫ്റ്റി പിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ എന്തൊക്കെയൊക്കെ സാധനങ്ങൾ ഇതിലുണ്ടായിരുന്നു, പക്ഷേ അതൊക്കെ എവിടെയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എന്താ പറയുക, ഇത് യൂസ്ഫുൾ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിത് ഒറ്റ പറയാനേ ഉള്ളൂ, ഈ ബോക്സിൽ കിട്ടിയ എല്ലാ സാധനങ്ങളും എനിക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട്. ഇതിലും നല്ലത് ഞാനിത് വാങ്ങിക്കാൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ ആൾക്കാർ ഇതിനെക്കുറിച്ച് നല്ലതായിരുന്നു, അത് ഇതുപോലെ ആയിരിക്കുമല്ലോ പറയുന്നത്. ഇതിപ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് 3-4 തവണയൊക്കെ നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ തോന്നുക, ഇതൊരു നല്ല പ്രൊഡക്റ്റാണ്, യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ യൂട്യൂബിലൊക്കെ ഷെയർ ചെയ്ത് അവരൊക്കെ വീഡിയോ ചെയ്തതൊക്കെ കണ്ടിട്ടാണ് ഞാനിത് പർച്ചേസ് ചെയ്യുന്നത്. പക്ഷേങ്കിലും ഒരു 3-4 തവണ വർക്ക് ചെയ്യാനുള്ള സെറ്റപ്പ് മാത്രമേ അവരതിനുള്ളിൽ ചെയ്ത് വെച്ചിട്ടുള്ളൂ എന്ന് നമുക്കറിയത്തില്ലല്ലോ. അപ്പോൾ ഞാൻ എടുത്തു പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വാങ്ങണമെന്ന് ആഗ്രഹമെങ്കിൽ ഒരു കാരണവശാലും വാങ്ങിക്കരുത്. നിങ്ങളെ പൈസ വെറുതെ വേസ്റ്റ് ആവാത്തേ ഉള്ളൂ. കുട്ടികളുടെ കളിപ്പാട്ടത്തിൽ ഘടിപ്പിക്കുന്ന മോട്ടറാണ് അതിൽ ഘടിപ്പിച്ചേക്കുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് അതൊരിക്കലും വാങ്ങിക്കേണ്ട. ഈ ഒരു മെഷീൻ ഇപ്പം 1900 സംതിങ് ആയിരുന്നു റുപ്പീസ്. അപ്പോൾ വെറുതെ എന്തിനാ ക്യാഷ് കളയുന്നത്? അതിൻ്റെ കൂടെ കുറച്ചും കൂടി ഒരു ക്യാഷ് കിട്ടിയൊരു 3000-നൊക്കെ നമുക്ക് നല്ല അടിപൊളി സെക്കൻഡ് ഹാൻഡ് മെഷീൻ വാങ്ങിക്കാം. ഭയങ്കരമായിട്ട് മെഷീൻ വാങ്ങിക്കണം എന്ന് ആഗ്രഹമുള്ളവർ അങ്ങനെ മാത്രം ചെയ്യുക കേട്ടോ. ഈ ഒരു സാധനം വാങ്ങിച്ച് ഒരിക്കലും നിങ്ങളുടെ സമയവും അതുപോലെ തന്നെ മണിയും വേസ്റ്റ് ആക്കരുത്. സമയം നല്ലപോലെ നഷ്ടപ്പെടും. കാരണം ആദ്യമൊക്കെ നമ്മൾ ഇതിൽ സ്റ്റിച്ച് വീഴാണ്ട് കുറേ അധികം കഷ്ടപ്പെടും. നൂല് കുടുങ്ങി കഴിഞ്ഞാൽ ഇത് ഓഫാവും. അതാണ് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത്. അപ്പോൾ ഇത് അമ്മ എന്നോട് എപ്പോഴും പറയാറ് നമുക്കൊരു സ്റ്റിച്ചിങ് മെഷീൻ വാങ്ങിക്കണമെന്ന്. അങ്ങനെയാണ് അമ്മയ്ക്ക് ഗിഫ്റ്റ് ചെയ്തൊരു സാധനമായിരുന്നു കേട്ടോ. അപ്പം അമ്മ എപ്പോഴും പറയാമെങ്കിൽ അത് വാങ്ങിയിട്ട് വേസ്റ്റ് ആയിപ്പോയല്ലോ എന്ന് എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സോ ഫാമിലീസോ ആരെങ്കിലും ഈ ഒരു സാധനം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അവർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരുടെയും മണി സേവ് ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്കറിയാവുന്നവരൊക്കെ ഇത് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നത് തീർച്ചയായും അവർക്ക് ഈ വീഡിയോ ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.